70% ഏലം കൃഷി നശിച്ച ഇടുക്കിയിൽ 10 കോടി രൂപ മാത്രം അനുവദിച്ചത് ആശ്വാസകരമല്ലെന്ന് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ്. 113 കോടി രൂപയുടെ നാശമാണ് ഏലം മേഖലയിൽ ഇടുക്കിയിൽ മാത്രമുണ്ടായത്. എന്നാൽ ഇത്ര ഭീമമായ നാശമുണ്ടായിട്ടും അർഹമായ പരിഗണന നൽകാത്തത് നിരാശാജനകമാണെന്നും കർഷകർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവണമെന്നും എംപി ആവശ്യപ്പെട്ടു. ഏലം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ വേനൽക്കാലത്തുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ. ഇന്നലെയാണ് ആകെപ്പാട് 10 കോടി രൂപയുടെ ഒരു നഷ്ടപരിഹാരം അനുവദിച്ചു എന്ന് പറയുന്നത്. അത് തന്നെ ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വർഷം കഴിയാറായി, ഇപ്പൊ അടുത്ത വേനൽക്കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് സ്ഥിതി? ഇപ്പം ഈ തരത്തിലാണ് ഗവൺമെന്റിന്റെ സമീപനമെങ്കിൽ എങ്ങനെ കർഷകർ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. നമുക്ക് ന്യായമായ വില ലഭിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഏലം പൂർണ്ണമായി ഉണങ്ങി നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ എല്ലാം ഒരു ആഴ്ച കൊണ്ട് പൂർണ്ണമായി നശിക്കപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി അർഹമായ നഷ്ടപരിഹാരം 113 കോടി രൂപ എന്നുള്ളത് ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമായിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേറ്റം നിരാശാജനകമാണ്, പ്രതിഷേധകരമാണ്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിടിച്ചുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസധനമെങ്കിലും അടിയന്തരമായി സർക്കാർ അനുവദിക്കേണ്ടതാണ്. 10 കോടി രൂപ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന ഒരു നഷ്ടപരിഹാര തുകയല്ല. അത് ജനങ്ങളെ കളിയാക്കുന്ന, കർഷകരെ കളിയാക്കുന്ന ഒരു സമീപനമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു.